കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നെന്മാറ പഞ്ചായത്തിൽ ഉഴവപ്പാടം എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഈ ഇവിടെ ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ സാറിൻ്റെ ഈ സ്ഥലത്ത് നമ്മളൊരു 10 ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ വർഷം നമ്മൾ കക്കപ്പൊടി കൊടുത്തതാണ് ഇവർക്ക്. അപ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം അവർക്ക് 2 ടണ്ണും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ പാലക്കാട് ഇവിടെ നെന്മാറയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കർഷകനോട് നമുക്ക് ചോദിക്കാം, കഴിഞ്ഞ വർഷം നമ്മൾ ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് കുമ്മായം ഇത്തളിപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇട്ടില്ല, നമ്മുടെ ഈ കക്കപ്പൊടി മാത്രമല്ലേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ആ ഒരു റിസൾട്ട് എന്താണെന്ന് കൂടി നമുക്കും കൂടി ഒരു ഇത് വരുന്നല്ലോ, ഇതിന്റെ ഉപയോഗം കിട്ടണമല്ലോ കർഷകർക്ക്. അതിനു വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട്? ആക്ച്വലി ചുണ്ണാമ്പ് നമുക്ക് വിതരണം ചെയ്യുന്നത് കൃഷിഭവനിൽ കൂടെയാണ് ചെയ്യുന്നത്. അത് സബ്സിഡിയോടുകൂടെ തരുമ്പോൾ ആ കൃഷിക്കാര് അതിന്റെ ഗുണമേന്മ നോക്കാതെയാണ് ഇതുവരെ കൃഷി ഇടങ്ങളിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ കക്കപ്പൊടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടാനോ ഇട വന്നതും അതുപോലെ ഇട്ട് നോക്കാനും ഇട വന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് മഴ ഉണ്ടായിരുന്നു. മഴ കാരണത്തില് ഒരുപാട് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ലായിരുന്നു. എന്നിട്ടും എൻ്റെ കൃഷിയിൽ ഇപ്പൊ ഞാൻ ഈ കക്കപ്പൊടി ഇട്ടതിന് ശേഷം എൻ്റെ കൃഷിയിൽ നമുക്ക് ഒരുപാട് ചണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങളില്ലാതെ മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ചിട്ട് നല്ല വിളവുണ്ടായിരുന്നു. സാധാരണ കിട്ടുന്നതിൽ വെച്ചിട്ട് നല്ല വിളവും. ഒരുപാട് ആൾക്കാർ എൻ്റെ കൃഷിയിൽ നിന്ന് വിത്ത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പതിരില്ലാത്തയും ചെണ്ടില്ലാത്ത രീതിയിലൊക്കെ നല്ല വിളവായിരുന്നു. അതിനുശേഷം ഞാൻ തെങ്ങിലേക്കും ഉപയോഗിച്ചു നോക്കിയിരുന്നു. അപ്പൊ ഈ കാറ്റ് വീഴ്ചയുള്ള തെങ്ങുകളൊക്കെ ഒരുവിധം ചൊട്ട പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു, മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മളെ വിളിച്ചത്. ഞങ്ങളിപ്പോ ആലുവെന്നാണ് വരുന്നത് സംഭവം. അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോ നമുക്കും ഒരു സന്തോഷമായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിളവിട്ട് പതിരില്ലാതെ കിട്ടിയെന്ന് കേട്ടപ്പോ തന്നെ ഒരു സന്തോഷമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഒന്നൊരു വീഡിയോ പിടിക്കാൻ നമ്മുടെ ആ പ്രോഡക്റ്റ് ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത്. നല്ല റിസൾട്ടാണ്. ഞാൻ കൃഷിക്കാർക്ക് മാക്സിമം നമ്മളും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഇതിപ്പോ എത്ര ഏക്കർ ഉണ്ട് ശരിക്കും ഈ പറഞ്ഞ? ഏകദേശം നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചത് 10 ഏക്കറാണ്. 10 ഏക്കർ. എന്റെ 5 ഏക്കറാണ് എന്റെ ഉള്ളത്. ബാക്കിയുള്ള നമ്മുടെ ബ്രദറിന്റെ കൂടി ചേർത്തിട്ടാണ് 10 ഏക്കർ വന്നത്. ഈ 10 ഏക്കർ ഉപയോഗിച്ചതും നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട് ഉപയോഗിക്കാത്തോടെ കഴിഞ്ഞ പ്രാവശ്യം കാറ്റും മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായതനുസരിച്ചിട്ട് നമുക്ക് പതിരില്ലാതെയൊക്കെ കൂടുതലും പതിരില്ലാതെയൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയിരുന്നു അല്ലെ? ബാധിക്കാതെ തന്നെ നമുക്ക് കുറച്ച് കിട്ടിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ഇതിന്റെ pH നോക്കിയത് ഓർമ്മയുണ്ടാവും. ഒരു 3-4 കണ്ടാട്ടാണ് നിന്നായിരുന്നു. 3 ഉറപ്പല്ലായിരുന്നു നമ്മളത് നോക്കിയത്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ജനങ്ങളോട് നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ. നമ്മുടെ ഈ കക്കപ്പൊടിയുടെ ഗുണം, ഈ പച്ച കക്കപ്പൊടിയുടെ ഗുണം നമ്മളെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. നമ്മളെ ഈ മണ്ണ് pH 7 ആയ മാത്രമേ നമുക്ക് ഇതിന്റെ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. ഒരു കംപ്ലൈന്റ് ഇല്ലാതെ അതുപോലെ പതിരൊന്നും ഇല്ലാണ്ട് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിന്റെ pH നമുക്കൊന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തിന്റെ അതിന്റെ കിടക്കുന്ന ആ മണ്ണ് സൂക്ഷ്മജീവികളൊന്നും ചാവാതെ ഇരുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ആ pH ഇപ്പൊ ഒരുമാതിരി നമുക്ക് കിട്ടണുണ്ടോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമുക്കൊന്ന് കുത്തി നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതാണല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ കറക്റ്റ് ഒന്ന് നോക്കാം. കറക്റ്റ് കുത്തി നോക്കാം. നോക്കി ഇത്രയും നോക്കി കറക്റ്റ് 6-6 നിൽക്കുന്നുണ്ട്. 0.6 7 ആയിട്ടില്ല. കണ്ട, കാണുമ്പോ അറിയാം 6 നിൽക്കാണ്. എന്നിട്ട് മാറി 6 നിൽക്കണം. കണ്ടോ, ഒരു പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. കണ്ടോ, 6 നിൽക്കുന്നു. ഇത് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് 6 കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇപ്പൊ 6 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടതിന്റെ ആ ഗുണം ഇപ്പൊ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ഇടുകയും ചെയ്തിട്ടുണ്ട്. 100% ഗ്യാരണ്ടി ഇടും. നമ്മൾ ഫുൾ ഗ്യാരണ്ടി തരണം. pH 7 കിട്ടിയിരിക്കും. ഇപ്പൊ ഈ കക്കപ്പൊടി കൂടി ഇടുമ്പോൾ അത് 100% ഗ്യാരണ്ടിയാണ്. pH 7 കിട്ടി. pH 7 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളുടെ ശരീരം അടക്കം, എല്ലാവരുടെ ശരീരം അടക്കം pH 7 കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ഒരു കേടുപാടും ഇല്ലാതെ പോകും. അതുപോലെ തന്നെയാണ് കൃഷിയിടങ്ങളിലും സംഭവിക്കുന്നത്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മീറ്റർ കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടപ്പോൾ 3 നിന്ന് 6 ആയില്ലേ? അതെ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇവിടെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് 7 വിചാരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ഈ കക്കപ്പൊടി ഇപ്പോ ഈ ബക്കറ്റിലേക്ക് ഇടുകയാണ്. ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ ഇട്ടിട്ട് നമ്മളിപ്പോ ഈ കൃഷി
ഈ ഇപ്പൊ ഇതിലേക്ക് നമ്മളിപ്പോ അപ്ലൈ ചെയ്യുകയാണ് കൃഷിയിലേക്ക്. ഇപ്പൊ ഇതിന്റെ ഗുണപ്രദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം കൂടുതൽ ഇപ്പോൾ ചെളിയിൽ കിട്ടും. ഞങ്ങളുടെ അവിടേക്ക് ഇത് ഞാറെന്ന് പറയും. നിങ്ങളുടെ ഇവിടേക്ക് ഇപ്പൊ സാറിന്റെ ഇവിടെ ഇപ്പൊ എന്തോ പറയണെന്ന് അറിയില്ല, ചണ്ട എന്നാണ് ഇപ്പൊ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. ചണ്ടെന്ന് പറയണത് ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ആ ആ ചണ്ട് കെട്ടെടുത്തിട്ട് അത് ഓരോന്ന് എടുത്ത് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് ലൈൻ പിടിച്ചാണ് ഇപ്പൊ അവര് നട്ടുപോകുന്നത്. ഇപ്പൊ അവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പൂർവപരമായിട്ടും ഇങ്ങനെ അത് അവരിങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കുറച്ച് ഐഡിയകളുണ്ട്. അപ്പൊ അവരത് പറയണെന്ന് വെച്ചാൽ അതിന്റെ വേരോട്ടത്തിനും അതിലെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പിട്ട് പോണത്. അതിന് നല്ല സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഗ്യാപ്പിട്ട് പോണത് എന്നാണ് അവര് ഇപ്പൊ നമ്മളോട് പറഞ്ഞത്. നടുന്നതിന് മുന്നേ ഇപ്പൊ ആ ഒരു കക്കപ്പൊടി ഇട്ട് പോകുന്നത് ഇപ്പൊ നമ്മളിപ്പോ കാണുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ ആ നടുന്നതിന്റെ അടുത്ത് ചെന്നപ്പോ കണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ലൈൻ പോലെ കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഈ സൂക്ഷ്മജീവികൾ ഓടുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ അവിടെയൊക്കെ പറഞ്ഞ ഞാഞ്ഞോളെന്ന് പറയും. ഈ സാധനം ഓൾറെഡി ഇപ്പൊ ഇതിന്റെ മേളിൽ ഇപ്പൊ ഇട്ടിക്ക് കാണുന്നതിന്റെ മേളിൽ കുമ്മായി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും. നമ്മളിപ്പോ ഈ കക്കപ്പൊടി ഉള്ളത് കൊണ്ട് മാത്രം ഇത് ഇട്ടാലും ഇതിന് ഒരു കംപ്ലൈന്റ് ഇപ്പൊ ഇതിൽ വന്നിട്ടില്ല. ഇത് ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വേരോട്ടത്തിന് ഇതിന് നല്ല സംരക്ഷണം കിട്ടും. കാരണം ഞാഞ്ഞോള് ഇതിന്റെ ഇടയിൽ കൂടി ഓടുമ്പോൾ ഒരു വേരോട്ടത്തിന് നല്ല സംരക്ഷണം ഇവിടെ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് വളരെ സന്തോഷം. താങ്ക് യു സാർ.